പ്രതീക്ഷയാണ്. ഞാൻ എൻ്റെ പ്രതിജ്ഞ ആരംഭിക്കട്ടെ. നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിനും ഉന്നതങ്ങളായ മാനുഷിക മൂല്യങ്ങളുടെ നിലനിൽപ്പിനും വേണ്ടി അനവരതം പോരാടുകയും ജീവത്യാഗം വരെ വരിക്കുകയും ചെയ്ത കർമ്മയോഗികളുടെയും ധീരരക്തസാക്ഷികളുടെയും വീരസ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കട്ടെ. മദ്യം നമ്മുടെ സമൂഹത്തിനുണ്ടാക്കുന്ന മാരകവും വ്യാപകവുമായ ആഘാതത്തെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട്. മദ്യം, കഞ്ചാവ് തുടങ്ങിയവയ്ക്കെതിരെ പോരാടേണ്ടതിൻ്റെ കടമയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും അത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയില്ലെന്നും അവയെ പ്രോത്സാഹിപ്പിക്കുകയില്ലെന്നുമുള്ള എൻ്റെ വാക്കുകൾ ഇവിടെ ആവർത്തിക്കുന്നു. മാത്രമല്ല, ജീവിത അവസാനം വരെ മഹാതിന്മകൾക്കെതിരെ എൻ്റെ ആരോഗ്യത്തിൻ്റെയും ആയുസ്സിൻ്റെയും അർത്ഥലബ്ധിയുടെയും അവസരങ്ങളുടെയും അർഹമായ പങ്ക് നീക്കി വെച്ചുകൊണ്ട് കുടുംബകാര്യങ്ങൾക്കെന്നതിലുപരി ഗൗരവത്തോടെയുള്ള എൻ്റെ പോരാട്ടം തുടരുമെന്ന പ്രതിജ്ഞ പുതുക്കുകയും ചെയ്യും. ബഹുമാന്യനായ അധ്യക്ഷൻ കോശി അവർകളെ, അതുപോലെ വേദിയിലും സദസ്സിലുമുള്ള പരിചിതരും അപരിചിതരുമായ ആ സ്ത്രീ പുരുഷം, ആ ബാലവൃദ്ധം എന്ന് പറയാൻ കുഞ്ഞുങ്ങളൊന്നുമില്ല, ആ സ്ത്രീ പുരുഷം ആത്മബന്ധുക്കളെ, നമസ്കാരം. എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടകരങ്ങളാകട്ടെ എന്നും അതിൻ്റെ പ്രതികരണം സമൂഹത്തിന് ശ്രേയസ്കരമായി ഭവിക്കട്ടെ എന്നും ദയാനിധിയായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും നമ്മിലേവരിലും വർഷിക്കുമാറാകട്ടെ എന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രൈസ് ദി ലോർഡ് ഞാൻ ആരംഭിക്കട്ടെ. എനിക്കിവിടെ വന്നപ്പോൾ പ്രവാസി കോൺഗ്രസ്സുകാരുടെ ഒരു പരിപാടിയിൽ സംസാരിക്കണമെന്ന് ശരിക്കും എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. അല്ല, കാരണം ഷംസുവൊക്കെയുള്ള നേരത്തെ ബന്ധം, പിന്നെ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ് ബാബു രാമകൃഷ്ണൻ. നിങ്ങളൊക്കെ തന്നെ തീരെ പരിചിതരല്ല. ഇവിടെ ഇത്രയേറെ കോൺഗ്രസ്സുകാർ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നിയാണ്. ഇതിലേറെ ഉണ്ടെന്ന് എനിക്കറിയാം. ഈ കടല് കടത്തപ്പെട്ടാൽ പണ്ട് നമുക്ക് ദൃഷ്ടി കൽപ്പിക്കപ്പെടുക, ഇവിടെ കടല് കടത്തപ്പെട്ടപ്പോൾ നമുക്ക് കൂടുതൽ വിശുദ്ധി കൽപ്പിക്കപ്പെടാം. കാരണം എന്താണ്? കേരള രാഷ്ട്രീയത്തിൻ്റെ അന്തർതലങ്ങളിലുള്ള ശുദ്ധിയും അശുദ്ധിയും അങ്ങനെ ഇടകലർന്ന് ശുദ്ധിയേത് അശുദ്ധിയേത് എന്ന് ചിന്തിക്കാതെ കോൺഗ്രസ് എന്നുള്ള വികാരത്തിൽ നിങ്ങൾ വിശുദ്ധരാണ്. നിങ്ങൾക്കതിൽ പ്രത്യക്ഷമായ ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ഒന്നുമില്ല. ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാകും. ഗ്രൂപ്പുകളുടെ ആത്യന്തികമായ അർത്ഥം നിങ്ങൾ ഉൾക്കൊള്ളുന്നത് കോൺഗ്രസ് എന്നുള്ള ആവേശത്തിലാണെന്ന് എനിക്കറിയാം. പക്ഷം പിടിക്കുന്നവരുണ്ടാകും. എന്തായാലും കോൺഗ്രസിൽ എന്ത് ഗ്രൂപ്പ് ഉണ്ടായാലും ഹിന്ദുവിൽ എത്ര അവാന്തര വിഭാഗങ്ങളുണ്ട്, ക്രിസ്ത്യാനിയിലും മുസ്ലിമിലും ഉണ്ട്. പക്ഷേ ഭാരതം ധർമ്മം എന്ന പദത്തിൽ ഊന്നി നിൽക്കുന്നു, ക്രിസ്ത്യാനി ആത്മാവിൻ്റെ മാർഗത്തിൽ ഊന്നി നിൽക്കുന്നു. എത്ര കോൺഗ്രിഗേഷൻസ് ഉണ്ടായാലും, എത്ര വിഭജനങ്ങൾ ഉണ്ടായാലും, ഇസ്ലാം